ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എ സൺഡേ വ്ളോഗ്. അപ്പോൾ അതാ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ നല്ല കോടയായിരുന്നു കേട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ഇഡ്ഡലിയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാൻ ദേ പുറത്തേക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു സിം എടുക്കാനായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ദേ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ ഇതാ കുറച്ച് ഇയറിങ്സ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിലോട്ട് തിരിച്ചു പോന്നേ. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഇതാ ഈ ഒരു സ്നാക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മീഷോയിൽ നിന്നിട്ട് അമ്മ ഓർഡർ ചെയ്ത ത്രെഡ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ശേഷം ദാ തെങ്കാശിപ്പട്ടണം ഫിലിം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല കോമഡി ആയതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇതിരുന്ന് കാണലുണ്ട്. അങ്ങനെ പിന്നെ ദാ ഇനി ഉച്ചത്തേക്കുള്ള ഫുഡ് റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പം ഇന്ന് മോര് കറിയും അതുപോലെ തന്നെ ചില്ലി ഗോപിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മോര് കറിക്കുള്ള കഷ്ണങ്ങൾ വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കോളിഫ്ലവർ ചെറിയ പീസാക്കിയിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ലേശം മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന വെജിറ്റബിൾസ് ആയതുകൊണ്ട് തന്നെ മാക്സിമം നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ദാ മോരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക്. അപ്പോൾ ഇനി കോളിഫ്ലവർ വൃത്തിയായി കഴുകിയെടുത്ത ശേഷം അതിലേക്ക് മസാലയൊക്കെ ഇട്ടിട്ട് 1 മണിക്കൂർ അടുത്ത് അമ്മ തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നു. ശേഷം എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോഴേക്കും ദാ ചില്ലി ഗോപിയൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണാൻ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാ ചോറും മോരുകറിയും ചില്ലി ഗോപിയും അച്ചാറും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ഉച്ചയ്ക്ക് നല്ലൊരു അടിപൊളി ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സൺഡേ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അമ്മ വീട് വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നത് കൊണ്ട് അങ്ങനെ പോകാറില്ലേ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതാ അമ്മ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. എൻ്റെ മിക്ക വ്ളോഗ്സിലും ഞാൻ കാണിച്ചു തരാറുണ്ട്. രാവിലെ ആണെങ്കിൽ നല്ല കോടയായിരുന്നു. പക്ഷേ ഈ ഒരു സമയം ആയപ്പോഴേക്കും ദേ നല്ല വെയിലായി കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ എന്താണ് കാലാവസ്ഥ എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കുറച്ച് നേരം മഴയാണെങ്കിൽ കുറച്ച് നേരം വെയിലായിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം പൊതുവേ മഴ കുറവാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതേ അങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തോട്ടിലൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങളിതേ മുത്തശ്ശൻ്റെ വീടിൻ്റെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അമ്മ വീട്. എൻ്റെ കുറേ വ്ളോഗ്സിൽ നിങ്ങളിത് കണ്ടിട്ടുണ്ടാകും. അങ്ങനെ സച്ചുദേ വേഗം ഓടി കയറി പോവുകയാണ് കേട്ടോ മാമൻ്റെ ഒപ്പം. അപ്പോൾ ചെന്നപ്പോൾ അവിടെ മുത്തശ്ശനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെന്ന ഉടനെ ദേ അവിടെ ഇരിക്കുന്ന ഒരു മിഠായി ഞങ്ങൾ എടുത്ത് കഴിച്ചു. അപ്പോഴാണ് കേട്ടോ ഇവിടെ കളിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു മുത്തശ്ശൻ. പിന്നെ ഇവിടെയൊക്കെ റോഡൊക്കെ വെട്ടിയതുകൊണ്ട് ആകെ നല്ല മാറ്റം വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ പറയുമായിരുന്നു. അങ്ങനെ മുത്തശ്ശൻ്റെ തൊടിയിൽ കൂടെ കുറച്ച് നേരമൊക്കെ നടന്നു കേട്ടോ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കാലിലൊരു അട്ടയൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അമ്മ തോണ്ടിക്കളയുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ അതിലൊക്കെ നടന്ന് നോക്കി എന്തൊക്കെ മാറ്റങ്ങളാണ് ഇവിടെ വന്നതെന്ന്. കുറേ മാറിപ്പോയി. കാരണം അപ്പുറത്ത് സ്ഥലം സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയുള്ളവർ കൃഷിക്ക് വേണ്ടിയിട്ട് ഫുള്ള് അവിടെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് ഒരു 5 മണിയൊക്കെ ആയപ്പോഴേക്കും തിരിച്ചെത്തി. അങ്ങനെ ദാ ചായക്കുള്ള പാല് തിളപ്പിക്കുകയാണ്. അപ്പോൾ ചായ ദാ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ വീട്ടിൽ നിന്ന് എല്ലാവരും വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതേ കട്ട്ലറ്റും ചായയൊക്കെ വൈകിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ അമ്മ വീട്ടിൽ പോയപ്പോൾ മോളിയൻ്റെ ഇതേ നമുക്ക് നല്ല ചക്ക ചിപ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു പാക്കറ്റ്. അപ്പോൾ അതും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുന്ന് അമ്മ വീട്ടിലേക്ക് ഒരു 5 to 10 minutes ഒക്കെ ഉള്ളൂ നമുക്ക് പോകാനായിട്ട് വണ്ടിക്ക്. പിന്നെ ദാ വൈകിട്ടായപ്പോഴേക്കും ചെറിയൊരു മൂടലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിളക്കൊക്കെ വെച്ച ശേഷം ദാ സച്ചുവിന് നാളത്തേക്ക് ലഹരി വിരുദ്ധ പോസ്റ്റർ തയ്യാറാക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ ചെക്കന്. അപ്പോൾ അവനിത് കണ്ടപ്പോൾ പറഞ്ഞത് പെൻസിലാണെന്നാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് സിസറാണ്. സിസർ ഉപയോഗിക്കുമ്പോൾ ഒരു മനുഷ്യൻ കത്തിയെരിയുന്നൊരു പിക്ചറായിരുന്നു കേട്ടോ.
എന്തായാലും അവനും ഒരെണ്ണം വരച്ചു കൊടുത്തു, അമ്മയ്ക്കും ഒരെണ്ണം ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നൈറ്റ് ഇതാ കടച്ചക്കക്കറി ഉണ്ടായിരുന്നു കേട്ടോ, അതേപോലെ തന്നെ മുട്ട പൊരിച്ചതും ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കിടന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.